തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തുന്ന സൂക്കേട് നമ്മുടെ നാട്ടിലെ കുറെ പയ്യന്മാർക്കും ചെറുപ്പക്കാർക്കും മാത്രമല്ല, ചില മുതിർന്ന പൗരന്മാർക്കുമുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ച് ഉമ്മറത്തെ ചാരു കസേരയിൽ കാറ്റുകൊണ്ട് കിടക്കുന്ന ചില വൃദ്ധന്മാർക്കുമുണ്ട്. കണ്ടു നോക്കി. ഈ 2 മാസമുള്ള നിയമസഭ ഇലക്ഷൻ കേരളം BJP ഭരിച്ചാലേ നേരെയാവുള്ളൂ, വേറെ ആര് വെച്ചാലും. എന്താണ് ആ വൃദ്ധൻ പറഞ്ഞത്? കേരളം BJP ഭരിച്ചാലേ നേരെയാവും, വേറെ ആര് ഭരിച്ചാലും നേരെയാവില്ല. അപ്പോൾ ഇപ്പോഴത്തെ കേരളത്തിന്റെ അവസ്ഥ ഏറെ പരിതാപകരമാണോ? ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ജീവിത നിലവാരത്തിൽ ഏറ്റവും താഴെയാണോ? നരേന്ദ്രമോദി സർക്കാർ രൂപം കൊടുത്ത നീതി ആയോഗ് പറയുന്നു കേരളം ഇന്ത്യയിലെ നമ്പർ 1 സംസ്ഥാനമാണെന്ന്. ക്രമസമാധാനം, ആരോഗ്യം, സാക്ഷരത, സ്ത്രീ സുരക്ഷ, ശിശുമരണ നിരക്കിന്റെ കുറവ്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ശുചിത്വം, അടിസ്ഥാന സൗകര്യങ്ങൾ, മിനിമം വേതനം, ആയുർദൈർഘ്യം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങി ഒരു മനുഷ്യജന്മം സ്പർശിക്കാനിടയുള്ള സകല മേഖലകളിലും കേരളം നമ്പർ 1 ആണെന്ന് നരേന്ദ്രമോദിയുടെ കീഴിലുള്ള നീതി ആയോഗ് പറയുന്നു. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ സംഖ്യ പറയുന്നത് കേരളം BJP ഭരിച്ചാൽ മാത്രമേ നേരെ ആവുകയുള്ളൂ എന്ന്? 30 വർഷമായി BJP ഭരിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ആ നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് കേരളത്തെ അപേക്ഷിച്ച് സ്ത്രീ സുരക്ഷയിൽ, സാക്ഷരതയിൽ, ഉന്നത വിദ്യാഭ്യാസത്തിൽ, അടിസ്ഥാന സൗകര്യങ്ങളിൽ, ആയുർദൈർഘ്യത്തിൽ, ആരോഗ്യത്തിൽ, ശിശുമരണ നിരക്കിന്റെ കുറവിൽ എന്ന് വേണ്ട ഒട്ടുമിക്ക മേഖലകളിലും കേരളത്തെക്കാൾ ബഹുദൂരം പിന്നിലാണ്. കഴിഞ്ഞ 25 വർഷമായി BJP ഭരിക്കുന്ന മധ്യപ്രദേശും 10 വർഷമായി യോഗി ഭരിക്കുന്ന UPയും ഒക്കെ കേരളത്തെക്കാൾ ജീവിത നിലവാരത്തിൽ വളരെ വളരെ പിന്നിലാണ്. എന്നിട്ടും ഈ വൃദ്ധൻ, അയാളുടെ മനോഭാവമുള്ള മറ്റ് സംഖ്യകളുമൊക്കെ കേരളം BJP ഭരിച്ചാലേ രക്ഷപ്പെടൂ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം മറ്റൊന്നാണ്. ഇനി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കൂ. കേരളത്തെ ഗുജറാത്ത് മോഡലാക്കി തരാമെന്ന് നിരന്തരം BJPക്കാർ പറയുന്ന കഴിഞ്ഞ 30 വർഷമായി BJP ഭരിക്കുന്ന ഗുജറാത്തിലെ ഒരു തെരുവാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം പോലെ, എറണാകുളം പോലെ പേര് കേട്ട ഒരു സ്ഥലമാണ് ബറോഡ. ആ ബറോഡയിലെ ജീവിതമാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ നാട്ടിലെ ജനങ്ങളുടെ ജീവിത നിലവാരമാണ് നിങ്ങൾ ഈ കാണുന്നത്. അവരുടെ വീടുകൾ, അവരുടെ ജീവിത സാഹചര്യം എന്താണെന്നുള്ളതിന്റെ രൂപവും കോലവുമാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. വികസനം കൊണ്ട് പൊറുതിമുട്ടിയ ഗുജറാത്തിലെ നയന മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. BJP ഭരിക്കുന്ന ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും അവസ്ഥ ഇതുപോലെയോ ഇതിനേക്കാൾ പരിതാപകരമോ ആണ്. അങ്ങനെയുള്ള BJP ഭരിക്കുന്ന ഗുജറാത്ത്, UP, മധ്യപ്രദേശിനെ അപേക്ഷിച്ച് നമ്മൾ മലയാളികൾ ജീവിക്കുന്നത് സ്വർഗത്തിലാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നിട്ടും അതേ കേരളത്തിൽ ഇരുന്നുകൊണ്ട് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടേത് പോലെയുള്ള ഗതികെട്ട ജീവിത നിലവാരത്തിലേക്ക് നമ്മൾ തരം താഴണം, കേരളം മാറണം എന്ന് ഈ വൃദ്ധൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തുന്ന സൂക്കേടല്ലാതെ മറ്റെന്താണ് സുഹൃത്തുക്കളെ? വെറും 10,000 രൂപ മാത്രം തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുന്ന ഒരു മുതലാളി 50,000 രൂപ ശമ്പളം വാങ്ങുന്ന ഒരുത്തനോട് പറയുകയാണ്, നീ ആ ജോലി ഉപേക്ഷിച്ച് എൻ്റെ കമ്പനിയിൽ ജോയിൻ ചെയ്താൽ നിന്റെ ജീവിത സാഹചര്യങ്ങൾ സ്വപ്നതുല്യമാക്കി സ്വർഗത്തിന് സമാനമാക്കി ഞാൻ മാറ്റിത്തരാം. ആ മുതലാളിയെ വിശ്വസിച്ച് അവന്റെ മോഹന വാഗ്ദാനങ്ങൾ കേട്ട് 50,000 രൂപ ശമ്പളമുള്ള ജോലി കളഞ്ഞിട്ട് ആ പൊട്ടൻ ആ മുതലാളിയുടെ കമ്പനിയിൽ ജോയിൻ ചെയ്താൽ എങ്ങനെയിരിക്കും? അതേ അവസ്ഥയായിരിക്കും BJPക്ക് അവസരം കൊടുത്താൽ മലയാളികൾക്കും സംഭവിക്കാൻ പോകും.